എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചൈത്ര നവരാത്രി കന്യാപൂജയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കന്യാപൂജയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചൈത്ര നവരാത്രി എന്ന് പറയുന്നത് ഹിന്ദു കലണ്ടറിലെ ചൈത്ര മാസത്തിലെ 9 ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്നു. 9 ദിവസങ്ങളിലായിട്ട് നവദുർഗാസ് എന്നറിയപ്പെടുന്നത്. അതിനെയാണ് ചൈത്ര നവരാത്രി എന്ന് പറയുന്നത്. ഈ 9 ദിവസങ്ങളിൽ 8ാമത്തെ ദിവസം, അതായത് അഷ്ടമി തിഥിയിൽ പെൺകുട്ടികളെ ഇവർ സ്വന്തം വീടുകളിൽ വിളിച്ച് ദേവിയായി കണ്ട് പൂജിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷം മുഴുവനുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ദേവി നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്. അഷ്ടമി തിഥിയിലും നവമി തിഥിയിലും കന്യാപൂജ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഓരോ വീട്ടിലെയും പെൺകുട്ടികളെ വിളിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കാലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ സ്വീറ്റ്സൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വീട്ടിൽ പോയതാണിത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ അവർ ഹനിയുടെ കാലൊക്കെ കഴുകി. രാവിലെ 6:30 ആയപ്പോഴാണ് ഇത് പോയത്. അപ്പോൾ ഹനി രാവിലെ എഴുന്നേറ്റ് കുളിച്ച കാരണം കുറച്ച് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. ഹനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ. ഹനീനെ അവിടെ ഇരുത്തി ഇനി അവിടുത്തെ റിച്വൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ചെന്ന ഉടനെ തന്നെ കാല് കഴുകിയത് കണ്ടില്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് അവരൊരു തിലകം, അതായത് ഒരു പൊട്ട് ദേവിയുടെ തൊടിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കയ്യിൽ പ്രതീകാത്മകമായിട്ട് ദേവീനെ സ്മരിച്ചുകൊണ്ട് ഒരു റെഡ് കളറിൽ ചരട് കെട്ടും. ഓരോരുത്തർക്കും രീതികളിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഓരോ നാട്ടിലുള്ളവർക്കും. ഇപ്പോൾ ഇവർ ആക്ച്വലി പഞ്ചാബ് ഹരിയാന ബോർഡറിലുള്ളവരാണ്. അപ്പോൾ അത് കാരണം അവരുടെ രീതി മറ്റവരുടെ നിന്ന് വ്യത്യാസമാണ്. അവർ ഹനിക്ക് തിലകൊക്കെ ചാർത്തി പൊട്ടൊക്കെ തൊട്ട് തലയിൽ ദേവിയുടെ ചുന്നിയൊക്കെ വെച്ചിട്ട് അവരുടെ പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് ഹനീനെ കൊണ്ട് അവർ കുറച്ച് ഗോതമ്പ് ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു 2 പാത്രത്തിൽ. അപ്പോൾ അത് ഹനീനെ കൊണ്ട് എടുത്ത് വെപ്പിക്കുകയാണ് ചെയ്തത് ദേവിയുടെ ഫോട്ടോൻ്റെ മുമ്പിൽ. അതവർക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുശേഷം പൂരിയും ബ്ലാക്ക് ചെന്നൈൻ്റെ കറിയും പിന്നെ റവയും കൊണ്ടുള്ള ഒരു ഹൽവയും പിന്നെ ചിലർ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറി മാറിയിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസും പിന്നെ എല്ലാവരും നിർബന്ധമായിട്ടും അതിൻ്റെ കൂടെ 10 രൂപ 20 രൂപ അങ്ങനെ പൈസയും കൂടി കൊടുക്കും. അതിനുശേഷം ആ വീട്ടിലത്തെ എല്ലാവരും വന്ന് കാല് തൊട്ട് വണങ്ങി ആശീർവാദം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. खाली है अभी कितनों के खाने मम्मी? इसको अभी पता है क्या क्या करना है. अभी ये ट्रेंड हो गई है. हाँ जी. ഇവർ ഹനിക്ക് കൊടുത്തത് ഒരു ടിക് ടാക് ക്ലിപ്പും ഹെയർ ബാൻഡൊക്കെയാണ്. അപ്പോൾ അത് അവർക്ക് തന്നെ ഹനീനെ അണിയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ വരുന്ന കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രാഥമികമായ ഉദ്ദേശം. അങ്ങനെ സന്തോഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ദേവി നമ്മുടെ വീട്ടിൽ വന്ന് സന്തോഷിച്ച് പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആശീർവാദം കൊടുക്കണേ. 2 കൈയുണ്ട്, അത് കൈ പിടിച്ചോ. 2 കൈയുണ്ട്. वो सोच रहे वो मार रहे करके तले. ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണേ. അവിടെയും ഏതാണ്ട് സെയിം റിച്വൽസ് തന്നെയാണ്. നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അടുത്ത വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് മുഹൂർത്തമുണ്ട്. ആക്ച്വലി ഈ മാസം മാർച്ച് 30-നാണ് ചൈത്ര നവരാത്രി തുടങ്ങിയത്. മാർച്ച് 30 മുതൽ 9 ദിവസത്തേക്ക്, അതായത് രാംനവമി വരെയാണ് ചൈത്ര നവരാത്രി ആഘോഷിക്കുന്നത്. അപ്പോൾ അഷ്ടമിയിൽ രാവിലെ 8 മണി വരെയാണ് ഇവർക്ക് കന്യാപൂജ ചെയ്യാനുള്ള ഉത്തമമായ സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരുത്തരും ഇങ്ങനെ നമ്മളെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ, ഞങ്ങളങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത വീട്ടിലത്തെ ദീദി വന്നിട്ട് ഹനീനെയും തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു അവനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഒരു ആൺകൊച്ചും കൂടി വേണം എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ അത് കാരണം ഇവർ ഒരു ഈവൺ നമ്പേഴ്സിൽ പെൺകുട്ടികളെയും
പിന്നെ ഒരു ആൺകൊച്ചിനെയുമാണ് ഇവർ സാധാരണയായിട്ട് പൂജയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരാണ്. അതാണ് അവരുടെ രീതിയിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. പക്ഷേ മോറോർലെസ് എല്ലാവരും ഏതാണ്ട് സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണേ. കന്യാപൂജനെ ഇവിടെ കുമാരി പൂജ എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദുർഗാദേവിയുടെ ഭക്തരാണ് സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞ് ബാലികമാരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതേപോലെ പൂജിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ, അതായത് ദേവിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് അവർ കാണുന്നത്. ദേവിയുടെ അനുഗ്രഹം സ്വന്തം വീട്ടിലേക്ക് വന്നു ചേരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. अभी आपको फर्स्ट में जाना है. ഇനി അടുത്ത വീട്ടിലേക്ക് പോവാണേ ഞങ്ങൾ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത വീട്ടിലത്തെ ദീദി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നേ. ഇവർ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രസാദത്തിൽ നിന്ന് ഇത്രയെങ്കിലും അവർ കഴിക്കണം എന്നുള്ളത് അവർക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ മാത്രമാണ് ദേവി നമ്മൾ കൊടുത്ത പ്രസാദം സ്വീകരിച്ച് സന്തോഷിച്ചിട്ട് പോയി എന്നുള്ളത് അവർ വിശ്വസിക്കുള്ളൂ. അതേപോലെ തന്നെ ഇവർ കൊടുക്കുന്ന സാധനങ്ങളുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർ അവരുടെ കഴിവിനനുസരിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഫ്രൂട്ട്സ് ആയാലും വേറെ സാധനങ്ങളായാലും, ചിലർ മെഹന്തി, ചിലർ പൊട്ട്, ചിലർ എന്താ പറയുക ക്ലിപ്പ്, അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. പിന്നെ ഈ തരുന്ന പ്ലേറ്റും ഒക്കെ ആ കുട്ടികൾക്ക് സ്വന്തമാണ്. അതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഇവരെന്നുള്ളത് ഹരിയാന രാജസ്ഥാൻ ബോർഡറിൽ റോത്തക്ക് എന്നുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഹൗസ് ഓണറാണ്. അപ്പോൾ അവരുടെ രീതികൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്ത് തന്നെ സ്ഥലങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവരുടെ കന്യാപൂജ അല്ലെങ്കിൽ കുമാരി പൂജ ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് പഞ്ചാബിൽ നിന്ന്, അതായത് പക്ക പഞ്ചാബികളായിട്ടുള്ള നമ്മൾ നോർമലി കാണുന്ന സർദാർമാരില്ലേ തലയിൽ കെട്ടൊക്കെ ഉള്ള, അവരുടെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ രീതികൾ എൻറ്റയർലി വ്യത്യാസമാണ്. അപ്പോൾ അവരും പക്ഷേ കന്യാപൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഓർത്ത് അവർ ചെയ്യുന്നുണ്ടാവില്ല എന്നായിരിക്കും. പക്ഷേ അവരും കന്യാപൂജയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രീതികളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ അവരുടെ രീതികൾ വ്യത്യാസമാണ്. ഞങ്ങളുടെ ഗലിയിൽ തന്നെയുള്ള തൊട്ടടുത്തുള്ള ഒരു ദീദിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് അവർ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് മാതിരിയല്ല, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 2 മിനിറ്റ് തലക വെക്ക്. അങ്ങനെ ഞങ്ങൾ വിളിച്ച എല്ലാ വീട്ടിലും പോയി വന്നു. ഒരു 15 വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ എല്ലായിടത്തും വീഡിയോ ഒന്നും എടുത്തില്ല. എല്ലാം ഓൾമോസ്റ്റ് സെയിം റിച്വൽസ് ആണല്ലോ. അപ്പോൾ അത് ഇതൊക്കെയാണ് ഹനിക്ക് കന്യാപൂജയ്ക്ക് പോയിട്ട് കിട്ടിയ സാധനങ്ങൾ. കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ടേബിളിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കന്യാപൂജ കഴിഞ്ഞ് വന്നേ.